ഡൽഹിയിൽ കനത്ത മഴ. അമിത്ഷാ സഞ്ചരിച്ച വിമാനം വഴിതിരിച്ചു വിട്ടു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചു വിട്ടത് ജയ്പൂരിലേക്കാണ്. വിമാനം ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കാണ് പുറപ്പെട്ടത്. അതേസമയം യമുന നദിയിൽ പ്രളയസമാന സാഹചര്യമാണ്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ? മുതൽ തുടങ്ങിയതാണ് അത്. ഇപ്പോൾ വൈകുന്നേരത്തോടെ NDMC മേഖലയിൽ ഒരല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇടവിട്ട് മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, അമിത്ഷാ സഞ്ചരിച്ചിരുന്ന വാഹനം വഴിതിരിച്ചു വിട്ടു എന്നുള്ളതാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം വഴിതിരിച്ചു വിട്ടത്. ജയ്പൂരിലേക്കാണ് ഡൽഹിയിൽ ഇറങ്ങേണ്ട വിമാനം വഴിതിരിച്ചു വിട്ടത്. കാരണം കാലാവസ്ഥ അത്രയധികം മോശമാണ്. ഉച്ച മുതൽ ഡൽഹിയിൽ വിമാനം പുറപ്പെട്ടത് ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്കാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം യമുന നദിയിൽ പ്രളയ സമാന സാഹചര്യമാണുള്ളത് എന്ന വിവരം പുറത്തു വരുന്നു. രാത്രിയോടെ 40 സെന്റിമീറ്ററിന് മുകളിലേക്ക് കൂടി ജലനിരപ്പ് ഉയരും എന്നാണ് കിട്ടുന്ന വിവരം. 5 സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ടാണ്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 5 റെഡ് അലേർട്ടാണ്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ടാണ്. ജമ്മു കശ്മീർ, രാജസ്ഥാൻ, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യമുനയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഭരണകൂടം പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 204.87 ഇപ്പോഴത്തെ ജലനിരപ്പ്. 205.33 ആയാൽ അപകടനിലയ്ക്ക് മുകളിലേക്ക് ഈ ജലനിരപ്പ് എത്തും. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ വലിയ മഴ ഇപ്പോൾ ലഭ്യമാകുന്നു. ശരി ശ്രീകാന്ത്, ഡൽഹിയിൽ കനത്ത മഴയാണ്. അമിത്ഷാ സഞ്ചരിച്ചിരുന്ന വിമാനം വഴിതിരിച്ചു വിടുകയും ചെയ്തു. ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനമാണ് പിന്നീട് ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടത് എന്നുള്ള വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലായിക്കോട്ടെ, ഉത്തരാഖണ്ഡിലായിക്കോട്ടെ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഇവിടങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.